കേരളത്തിൽ BJP വലിയ പ്രതീക്ഷയോടുകൂടി അഭിമുഖീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിൽ ചില കോർപ്പറേഷനുകൾ പ്രത്യേകമായിട്ട് ഉന്നം വെച്ചിരിക്കുന്നതുമാണ്. ഒന്ന് തൃശ്ശൂർ, മറ്റൊന്ന് തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും വളരെ അടുത്ത് ആണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇക്കുറി കോർപ്പറേഷൻ BJPയിലോട്ട് ചായുമോ എന്നാണ് അറിയേണ്ടത്. എല്ലാ വാർഡുകളിലും പൊതുവായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, ഏത് തരത്തിൽ വിലയിരുത്താം? തീർച്ചയായിട്ടും ഇപ്രാവശ്യം കോർപ്പറേഷൻ BJP പിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മിക്കവാറും എല്ലാ വാർഡുകളിലെയും സ്ഥിതി വെച്ച് നോക്കുമ്പോൾ, കാരണം വേറൊന്നുമല്ല, ജനങ്ങൾക്ക് മതിയായി എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ചിലരത് തുറന്നു പറയുന്നു, ചിലരത് ഉള്ളിലൊതുക്കുന്നു. അത് ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ ആ തുറന്നു പറയാനുള്ള ഒരു മടിയാവാം. പക്ഷേ പലരും, അത് പല പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരും ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളോട് പറയുന്നത് ഈ ഭരണം മതിയായി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നാം വിലയിരുത്തുന്നത് ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ താമരയ്ക്ക് തന്നെ കൂടുതൽ വോട്ട് പോകും എന്നാണ് നമ്മൾ 100% വിശ്വസിക്കുന്നത്. ആ ഒരു മാറ്റം അനിവാര്യമായി എന്നുള്ളൊരു ചിന്തയിലാണ് കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാർ. കാരണം പണ്ടത്തെ പോലെ അല്ല മലയാളികൾ, കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട് മുമ്പത്തെ കാട്ടിലും. കാരണം അതിന് കാരണങ്ങളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഇന്ന് ശക്തമാണ്. പണ്ട് നമ്മൾ പലതും അറിയുന്നില്ല, ഇന്ന് അങ്ങനെയല്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് വിത്തിൻ സെക്കൻഡ്സ് അത് 4 പാടും എത്തുകയാണ്, എല്ലാവരുടെ ചെവിയിലും അത് എത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ പലതും അറിയുന്നതുകൊണ്ട് ആൾക്കാർ തന്നെ, അവർക്ക് തന്നെ തോന്നുന്നു ശരിക്കും ഒരു ഭരണമാറ്റം ആവശ്യമാണെന്ന്. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വികസിത കേരളം എന്ന മുദ്രാവാക്യവും എനിക്ക് തോന്നുന്നു കേരള ജനത ഒരുപക്ഷെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതെ, വികസിത കേരളം എന്നുള്ളതല്ല, ഇപ്പോൾ ഇവിടുത്തെ കോർപ്പറേഷൻ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന വികസിത അനന്തപുരി എന്നാണ്. കാരണം ഇപ്പോൾ സാറ് വായിച്ച് കാണുമല്ലോ, അത് കോർപ്പറേഷൻ കോർപ്പറേഷൻ BJPയുടെ മേയർ വന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് തിരുവനന്തപുരത്തിൻ്റെ നടക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷ കുറേ പേരിലെങ്കിലും ഉണ്ട്. കാരണം ഈ തിരുവനന്തപുരം ഏറ്റവും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഏവർക്കും അറിയില്ല, വെള്ളപ്പൊക്കമാണ്. ഞാൻ പറയാതെ തന്നെ ഏതൊരു കുട്ടിക്കും വയസ്സായവർക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ്. നമുക്കൊരു മഴ പെയ്താൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. കാരണം അതിൻ്റെ കാരണങ്ങളും നമുക്ക് തന്നെ അറിയാം. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊതു രംഗത്ത് നിൽക്കുന്നവർക്ക് കുറേ പേർക്കെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളാണ് നമുക്കറിയാം. കാരണം പണ്ട് രാജഭരണ കാലത്ത് അവരൊരു ദീർഘവീക്ഷണത്തോടു കൂടി ഉണ്ടാക്കിയിരുന്ന റോഡുകളോ തോടുകളോ കനാലുകളോ അറിയാം. പാർവതി പുത്തനാറ്, അമൈഴഞ്ചൻ തോട്, പട്ടം തോട്, പിന്നെ അങ്ങനെ നിരവധി തോടുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ കുളിച്ചുകൊണ്ടിരുന്ന, ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു പണ്ട് രാജഭരണകാലത്ത്. ആ തോടുകളും കനാലുകളും ഒക്കെയാണ് ഇന്ന് മാലിന്യങ്ങളുടെ കൂമ്പാരമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഇലക്ഷന് പോകുമ്പോൾ ഞാൻ അവരോട് പറയുന്നത്, നമ്മൾ ഈ 40-45 വർഷം കോർപ്പറേഷനിൽ നമ്മളൊരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കുകയായിരുന്നു. മാറി മാറി, അല്ലെങ്കിൽ അടുത്ത വർഷം ശരിയാവും എന്ന് പറഞ്ഞ് നമ്മളൊരു പരീക്ഷണത്തിന്, ഇനിയും നമ്മൾ ആ പരീക്ഷണത്തിന് നിന്ന് കൊടുക്കണോ എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്. നമുക്ക് മാറ്റം വേണമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് ബൂത്തിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു 5 മിനിറ്റ് നമ്മൾ മനസ്സിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെ തിരുവനന്തപുരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്നൊരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, കാരണം ജനങ്ങൾക്ക് എല്ലാവരും അറിയാം കേന്ദ്രം പറയുന്ന ഒന്നും വെറും വാക്കല്ല. പറഞ്ഞ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പലതും ജനങ്ങളിൽ എത്തുന്നില്ല. ഇവിടെ അത് വേറൊരു ഭാഗം. എന്നാൽ ആ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ താമരയ്ക്ക് തന്നെ വോട്ട് കുത്തും, അല്ലെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. എനിക്ക് തോന്നുന്നു BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം തന്നെ
കേരളത്തിന് ഉണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരും പിടിച്ചെടുത്തേ പറ്റൂ എന്നുള്ള രീതി അല്ലേ? തീർച്ചയായിട്ടും. കാരണം എല്ലാ വാർഡുകളിലും അതിനനുസരിച്ചുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട്. പാർട്ടി ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റിനെയും അവർ നിർത്തിയത് തന്നെ പല അതിൻ്റെ കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഓരോ സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചത് തന്നെ. അപ്പോൾ ആ ഒരു ഇപ്രാവശ്യം കോർപ്പറേഷൻ പിടിച്ചേ പറ്റുമെന്ന് കേന്ദ്രം അത്രമാത്രം, കാരണം ആ ഒരു വീക്ഷണത്തോട് കൂടിയിട്ടാണ് അതിന് നേതൃത്വം കൊടുക്കാൻ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരാളെ KPCC BJPയുടെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. രാജീവ് ചന്ദ്രശേഖരനും ഇതൊരു വലിയൊരു പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വന്നതിന് ശേഷമുള്ള ഒരു പ്രധാന തെരഞ്ഞെടുപ്പാണ് ഈ അഭിമുഖീകരിക്കുന്നത്. അതെ. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യത്തിന് സാറിന് തന്നെ അറിയാം, ഇത്ര വളരെ തുച്ഛമായ വോട്ടല്ലേ, 15,000 വോട്ടിനാണ് എത്ര നാള് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഈ അദ്ദേഹം നിന്ന ഇലക്ഷന് എത്ര നാൾ തിരുവനന്തപുരത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു മാസം മുന്നേ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായും പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അതിൽ നിന്ന് തന്നെ അദ്ദേഹം സ്വയം മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി അല്ല ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. കാരണം ഓരോ വാർഡിൽ ഓരോരുത്തരെ ഏൽപ്പിച്ച്, എന്നെ ഇപ്പോൾ കണ്ണമ്പുല വാർഡാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണമ്പുല വാർഡിൻ്റെ ചുമതല ഫുള്ള് ഞാനത് എന്തായി അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കിക്കൊടുക്കും. അങ്ങനെ ഓരോരുത്തരെ ഓരോ വാർഡിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ട് തന്നെ 4-5 മാസത്തിലധികമായി. ഞങ്ങൾക്ക് അടിക്കടി മീറ്റിങ്ങുകളായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ വേണം. പിന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുണ്ടല്ലോ, അത് തന്നെ ഒരു വളരെ നമുക്ക് സഹായകമായിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇലക്ഷന് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്, വോട്ട് പല വാർഡുകളിലായിട്ട് മാറിയും തിരിഞ്ഞും വന്നു. വാർഡ് വിഭജനം നടന്നപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഭാഗങ്ങൾ വേറെ സൈഡിലാക്കി, അതായത് നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വോട്ട് അഭ്യർത്ഥിച്ച് നടക്കുമ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. കാരണം ഈ സൈഡ് ഒരു വാർഡാണെങ്കിൽ ആ സൈഡ് മറ്റൊരു വാർഡിലേക്കാണ്. അപ്പോൾ ഏതൊരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവരുടെ പ്രചരണത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ. എൻ്റേത് ഒരു ബൂത്തിലും ചേട്ടൻ്റെത് വേറൊരു ബൂത്തിലുമാണ് വോട്ടേഴ്സ് ലിസ്റ്റ് വന്നപ്പോൾ. വേറെ എങ്ങും പോകണ്ട, ഞങ്ങളുടെ തന്നെ ഉദാഹരണം എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരു ബുദ്ധിമുട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പ്രചരണത്തിലുള്ള ആൾക്കാർ ഇറങ്ങുന്നവർക്കും ഇത്തവണ അത് മനഃപൂർവ്വം ഒരു സൃഷ്ടിച്ചെടുത്തൊരു ഇതാണോ എന്ന് നമുക്കറിയില്ല. എന്തോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഒരാൾക്കെന്നല്ല, എല്ലാ വാർഡിലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം നമുക്ക് ഉറച്ച വോട്ടുകൾ നമ്മൾ നിന്ന് ചെല്ലുമ്പോൾ അത്രയും വോട്ടുകൾ അത് വേറൊരു. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാക്കം കൂട്ടാനുള്ള ഒരു റിസൾട്ട് ആയിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. ഇപ്പം UDF ആണെന്നുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവർ 10 സീറ്റാണ് അവർക്ക് നിലവിലുള്ളത്. ഇത് അവരുടെ വലിയ പ്രതീക്ഷയാണ്. മേയർ സ്ഥാനാർത്ഥിയെ വരെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നു. പക്ഷേ നമുക്കറിയാം അവർ 10-ൽ നിന്ന് എവിടെ വരെ ഉയരും എന്നുള്ളത് നമുക്കറിയാം. കാരണം കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായി നിൽക്കുന്ന സമയമാണ്. LDF ആണെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നത് അവർക്ക് തിരിച്ചടിയുണ്ടാകും. ഈ ഇടത്താണ് BJP സ്പേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ നിൽക്കുന്നത്. പിന്നെ ഈ ശബരിമല വിഷയം ജനങ്ങളിലെ ഒരു അത്രയധികം ഒരു ബാഡ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അത് അവരുടെ അനുഭാവികൾക്ക് തന്നെ അയ്യപ്പനെ വിശ്വസിക്കുന്നവരല്ലേ ഉണ്ട്. ഈ നിരീശ്വരവാദികളാണ്, ഈശ്വര വിശ്വാസന അമ്പലത്തിൽ പോകുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ മറു സൈഡ് അവർ പോകുന്നവരുണ്ട്, വഴിപാട് ചെയ്യുന്നവരുണ്ട്, ശബരിമല കയറുന്നവരുണ്ട്. എത്രയും അമ്പലങ്ങളിൽ ഭരണസമിതിയിൽ തന്നെ CPM പ്രവർത്തകർ, CPI പ്രവർത്തകരുണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ തന്നെ, കാരണം എനിക്ക് നേരിട്ട് ആരാണെന്ന് ഞാൻ പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ അത്രമാത്രം മനസ്സ് വേദനിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ തന്നെ, അവരുടെ കൂട്ടാളികളിൽ തന്നെ ഒരു വിരുദ്ധ വികാരം ഉടലെടുത്തിട്ടുണ്ട്.
അത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളാണ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഏത് വാർഡിലായാലും. പക്ഷേ വേറൊരു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുമ്പോൾ 101 വാർഡിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചു. അതൊരു വലിയ കാര്യമല്ലേ സാർ? കാരണം മറ്റ് 2 പാർട്ടികൾക്കും ഇല്ല. ഒരു സ്ഥലത്ത് 2 പേർക്കും ഞങ്ങളുടെ അടുത്ത് പോലും എത്തുന്നില്ലല്ലോ അത്. കാരണം 101 വാർഡുകളിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പണ്ട് BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ ചോദിച്ചാൽ നമ്മൾ പിന്നാലെ നടക്കേണ്ടി വരും, അല്ലേ? ആ സ്ഥലത്ത് ഇന്ന് 2ഉം 3ഉം പേര്, ഒരു വാർഡിൽ തന്നെ 2ഉം 3ഉം പേര് മുന്നോട്ട് വരികയാണ്, ഞങ്ങൾ കാൻഡിഡേറ്റ് ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഒരു വലിയ മാറ്റമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ജനം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ വികസിത അനന്തപുരി പ്രാവർത്തികമാക്കണമെങ്കിൽ BJP തന്നെ ഇവിടെ കോർപ്പറേഷൻ ഭരിക്കണം എന്നുള്ളതും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതിൻ്റെ ഒരു ഫലമാണ് ഈ 2ഉം 3ഉം കാൻഡിഡേറ്റ്സ് മുന്നോട്ട് വരുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഈ തദ്ദേശ. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.